പെരുന്നാൾ നിലാവിന്റെ വെളിച്ചത്തിൽ ഉറ്റവരോടൊപ്പം ചിരിച്ചും കളിച്ചും മടങ്ങിയ രണ്ട് കുടുംബങ്ങളെയാണ് ഒരു നിമിഷം കൊണ്ട് വിധി വേട്ടയാടിയത്. കണ്ണടച്ചു തുറക്കുന്ന വേഗത്തിലായിരുന്നു ആ മലവെള്ളപ്പാച്ചിൽ അവിടേക്കെത്തിയത്. അപ്രതീക്ഷിതമായി എത്തിയ ആ അപകടത്തിൽ നിന്ന് തന്റെ ഉമ്മയെ രക്ഷിക്കാനുള്ള ശ്രമത്തിനിടയിലായിരുന്നു യൂസഫിന്റെ ജീവൻ പൊലിയുന്നത്. ഭാര്യയെയും മക്കളെയും അതിസാഹസികമായി രക്ഷപ്പെടുത്തിയ യൂസഫ് തന്റെ ഉമ്മയെ തിരഞ്ഞാണ് വീണ്ടും വെള്ളത്തിലേക്കിറങ്ങിയത്. എന്നാൽ അതിശക്തമായ കുത്തൊഴുക്കിൽ പക്ഷേ യൂസഫിന് പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞില്ല. ആ രണ്ട് പിഞ്ചുമക്കളുടെ കാര്യവും ഏറെ സങ്കടപ്പെടുത്തുന്നതാണ്. കാരണം സ്വന്തം ഉപ്പയും വല്യുമ്മയും കൺമുന്നിൽ നഷ്ടപ്പെട്ട ആ കുരുന്നുകളുടെ വേദന പറഞ്ഞറിയിക്കാൻ കഴിയുന്നതല്ല. ഉപ്പ എവിടെയെന്ന് ആ കുരുന്നുകളുടെ ചോദ്യത്തിനു മുന്നിൽ ബന്ധുക്കൾക്ക് വാക്കുകൾ ഇടറുന്ന അവസ്ഥയാണ്. ഒമാനിൽ കഴിഞ്ഞ ദിവസമുണ്ടായ മിന്നൽ പ്രളയം പാലക്കാട് ജില്ലയിലെ തൃത്താല എന്ന നാടിന് നൽകിയത് ഉണങ്ങാത്ത മുറിവുകളാണ്. 50 വർഷത്തോളമായി ഒമാനിലെ ബർക്കയിൽ ബിസിനസ്സുകാരനാണ് മരണപ്പെട്ട യൂസഫിന്റെ പിതാവായ മുഹമ്മദ് കുട്ടി. 5-6 വർഷങ്ങൾക്ക് മുൻപ് പ്രവാസലോകമൊക്കെ അവസാനിപ്പിച്ച് വിശ്രമ ജീവിതത്തിനായി മുഹമ്മദ് കുട്ടിയും ഭാര്യ റംലത്തും നാട്ടിലേക്ക് മടങ്ങിയിരുന്നു. എന്നാൽ മാസങ്ങൾക്ക് മുൻപ് യൂസഫിന്റെ നിർബന്ധത്തിന് വഴങ്ങിയാണ് ഇരുവരും സന്ദർശക വിസയിൽ തിരിച്ച് ബർക്കയിലേക്ക് തന്നെ എത്തുന്നത്. മകൻ യൂസഫിനും കുടുംബത്തിനുമൊപ്പം കുറച്ചു ദിവസം സന്തോഷത്തോടെ ചിലവഴിക്കണമെന്ന ആഗ്രഹം റംലത്തിനുമുണ്ടായിരുന്നു. പക്ഷേ ആ കൂടിക്കാഴ്ച ഒരുമിച്ചുള്ള അന്ത്യയാത്രയായി മാറിയത് നാടിനെ ഒന്നാകെ നൊമ്പരത്തിലാഴ്ത്തിയിരിക്കുകയാണ്. മരണപ്പെട്ട യൂസഫ് 10 വർഷമായി വിദേശത്ത് ബിസിനസ് നടത്തുകയാണ്. രണ്ടുപേരുടെയും മൃതദേഹങ്ങൾ ഒമാനിൽ തന്നെ ഖബറടക്കിയതിനാൽ അവസാനമായി ഒരു നോക്ക് കാണാൻ പോലും സാധിക്കാതിരുന്നത് നാട്ടുകാരുടെയും ബന്ധുക്കളുടെയും നൊമ്പരം വർദ്ധിപ്പിക്കുന്നു. പെരുന്നാൾ ആഘോഷത്തിന് നാട്ടിൽ നിന്നും ഉമ്മയും ഉപ്പയും എത്തിയത് കുടുംബത്തിന് വലിയ സന്തോഷ നിമിഷങ്ങളായിരുന്നു സമ്മാനിച്ചിരുന്നത്. എന്നാൽ അതിനിടയിലാണ് അപ്രതീക്ഷിത പ്രളയം ഉമ്മയുടെയും മകന്റെയും ജീവൻ കവർന്നെടുക്കുന്നത്. കഴിഞ്ഞ ശനിയാഴ്ച വൈകുന്നേരം സുഹൃത്തായ ലുബിഷാദിന്റെ കുടുംബത്തോടൊപ്പം മറ്റൊരു സുഹൃത്തിന്റെ വീട്ടിൽ പോയി മടങ്ങുമ്പോഴാണ് അപകടം സംഭവിക്കുന്നത്. കുട്ടികളടക്കം 9 പേരായിരുന്നു കാറിലുണ്ടായിരുന്നത്. കനത്ത മഴയെ തുടർന്നുണ്ടായ മിന്നൽ പ്രളയത്തിൽ ഇവർ സഞ്ചരിച്ചിരുന്ന വാഹനം കുത്തൊഴുക്കിൽ കുടുങ്ങി. ഒരു നീർച്ചാൽ കുറുകെ കിടക്കുന്നതിനിടയിലാണ് അപ്രതീക്ഷിതമായി വെള്ളം ഇരച്ചെത്തിയത്. കണ്ണടച്ചു തുറക്കുന്ന വേഗത്തിൽ കാർ നിയന്ത്രണം വിട്ടു. രക്ഷപ്പെടാനുള്ള ശ്രമത്തിനിടയിൽ ലുബിഷാദിന്റെ ഭാര്യ ഷംലയും യൂസഫിന്റെ ഉമ്മ റംലത്തും വെള്ളത്തിൽ അകപ്പെടുകയായിരുന്നു. ഭാര്യയെയും മക്കളെയും രക്ഷപ്പെടുത്തിയ ശേഷം ഉമ്മയെ രക്ഷപ്പെടുത്താനായി വെള്ളത്തിലിറങ്ങിയപ്പോഴാണ് യൂസഫിന് അപകടം സംഭവിക്കുന്നത്. ഒടുവിൽ ആ ഉമ്മയ്ക്കൊപ്പം മകനും യാത്രയായി. ഫഹദിന്റെയും ഷംലയുടെയും മൃതദേഹങ്ങൾ ശനിയാഴ്ച തന്നെ കണ്ടെത്തിയിരുന്നു. എന്നാൽ 2 ദിവസത്തെ തിരച്ചിലിന് ശേഷമാണ് റംലത്തിന്റെ മൃതദേഹം കണ്ടെത്തുന്നത്. അപകടം നടന്ന സ്ഥലത്തു നിന്നും കിലോമീറ്റർ അകലെയുള്ള കടലിൽ നിന്നുമാണ് മൃതദേഹം കണ്ടെത്തിയത്.